തിരികെ മോർണിംഗ് വൈബ്സിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി അതിന്റെ ആ ഒരു പൂർണ്ണ സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ ഇനി നമ്മൾ 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ എത്താൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി. തുറമുഖത്തിന് 10 നോട്ടിക്കൽ മൈൽ അകലെ രാജ്യാന്തര കപ്പൽചാലിൽ സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പൽ നാളെ രാത്രി നങ്കൂരമിടും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാകും കപ്പലിനെ ഔദ്യോഗികമായി വരവേൽക്കുക. ആദ്യ ചരക്ക് കപ്പൽ എത്തുന്ന പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് വിഴിഞ്ഞവും പരിസരവുമുള്ളത്. ഇന്ത്യയിലെ ആദ്യ മദർ പോർട്ടായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ രാജ്യാന്തര ചരക്ക് കപ്പൽ എത്താൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ കേരളത്തിനൊപ്പം വിഴിഞ്ഞം എന്ന കൊച്ചു കടലോര ഗ്രാമവും ഏറെ അഭിമാനിക്കുകയാണ്. രാജ്യത്തിന്റെ തന്നെ വാണിജ്യ സ്ഥിരാകേന്ദ്രമായി കേരളത്തിലെ വിഴിഞ്ഞം എന്ന പ്രദേശം മാറുമ്പോൾ അത് മലയാളികളുടെ അഭിമാനമായി മാറും എന്നതിനപ്പുറം രാജ്യത്തിന് മുഴുവൻ അഭിമാനിക്കാവുന്ന നിസ്തുലമായ സംഭാവനകൾക്ക് കൂടിയാണ് വഴി തുറക്കുന്നത്. കപ്പലിനെ പുറം കടലിൽ നിന്ന് സ്വീകരിച്ച് ബർത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായാണ് അദാനി പോർട്ട് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ചൈനയിലെ സിയാൻമെൻ തുറമുഖത്ത് നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് വിഴിഞ്ഞത്തേക്ക് 2 ദിവസത്തിനകം എത്തുന്നത്. ചൊവ്വാഴ്ചയോടെ കൊളംബോയുടെ ആഴക്കടലിൽ എത്തുമെന്ന നിർദ്ദേശമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്തായാലും ബുധനാഴ്ച രാത്രിയോടെ വിഴിഞ്ഞം തീരത്ത് എത്തി തുറമുഖത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിടുന്ന തരത്തിലാണ് ഈ കപ്പലുമായി ബന്ധപ്പെട്ട അതിന്റെ മാനേജിംഗ് അധികൃതരുടെ നടപടികൾ തയ്യാറാക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയോടെ പുറം കടലിൽ നിന്ന് പുറപ്പെട്ട് ബർത്തിൽ അടുപ്പിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ മുഴുവൻ സജ്ജമാക്കിയിട്ടുമുണ്ട്. കപ്പലിൽ നിന്ന് ഏതാണ്ട് 2000 കണ്ടെയ്നറുകളായിരിക്കും വിഴിഞ്ഞത്ത് ഇറക്കുക. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും കപ്പലിനെ ഔദ്യോഗികമായി വരവേൽക്കുക. രാത്രിയോടെ തന്നെ കപ്പൽ കൊളംബോ വഴി അമേരിക്കയിലേക്ക് പോകും എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. കപ്പലിന്റെ പുറംകടലിൽ നിയന്ത്രണം ഏറ്റെടുത്ത് ബർത്തിൽ അടുപ്പിക്കാനുള്ള ചുമതല ക്യാപ്റ്റൻ തുഷാർ കിനഗറിനാണ്. അദാനി തുറമുഖ കമ്പനിയുടെ വിഴിഞ്ഞത്തെ മറൈൻ മേധാവിയാണ് ഇദ്ദേഹം. ചൈനയിൽ നിന്ന് ക്രെയിനുകളുമായി തുറമുഖത്ത് ആദ്യമായി എത്തിയ ഷെൻഹുവ 15 ബർത്തിലേക്ക് അടുപ്പിച്ചതും തുഷാറിന്റെ നേതൃത്വത്തിലായിരുന്നു. ബർത്തിലേക്ക് ഈ കപ്പലിനെ അടുപ്പിക്കുന്നത് 4 ടഗുകളായിരിക്കും. ഡോൾഫിൻ ശ്രേണിയിലുള്ള 3ഉം ഓഷൻ പ്രസ്റ്റീജ് എന്ന ടഗും ഉൾപ്പെടെ 4 എണ്ണമാണ് കപ്പലിനെ വഴികാട്ടി തുറമുഖത്തെ ബർത്തിലടുപ്പിക്കാനുള്ള ദൌത്യത്തിൽ പ്രധാനമായി പങ്കെടുക്കുക. കപ്പലിന്റെ മുന്നിലും പിന്നിലും വശങ്ങളിലുമായി ടഗുകൾ നിരന്ന് അനുഗമിച്ചായിരിക്കും ഈ കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിക്കുക. കടലിൽ വെച്ച് കപ്പലിൽ കയറി ക്യാപ്റ്റൻ തുഷാർ നിയന്ത്രണം ഏറ്റെടുക്കുന്ന തരത്തിലാണ് ഇതിന്റെ സംവിധാനങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. തുടർന്ന് എഞ്ചിൻ ഓഫാക്കിയ ശേഷം കപ്പലിന്റെ മുന്നിൽ 1-2 ടഗുകൾ കപ്പലിനെ മൂറിംഗ് റോപ്പ് എന്ന ബലശേഷിയുള്ള കയർ ഉപയോഗിച്ച് കെട്ടിവലിക്കും. അനുബന്ധമായി പിന്നിലും വശത്തുമുള്ള ടഗുകൾ തള്ളി കടൽപാത ക്രമീകരിച്ച് നൽകും. ഇങ്ങനെയായിരിക്കും സജ്ജീകരണങ്ങൾ. പുലിമുട്ടിന്റെ അവസാനമായ റൌണ്ട് ഹെഡിലെത്തിയ ശേഷം കപ്പലിനെ പതിയെ തിരിച്ച് ബ്രേക്ക് വാട്ടറിലേക്കായിരിക്കും കയറ്റുക. അവിടെ നിന്ന് ടഗുകൾ കപ്പലിനെ പതിയെ തള്ളി നീക്കി ബർത്തിന് സമാനമാക്കി നിർത്തിയാണ് അടുപ്പിക്കുന്നത്. തുടർന്ന് കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. തുടർന്ന് ഈ കണ്ടെയ്നറുകൾ ഇറക്കുമ്പോൾ ശേഷിക്കുന്ന സ്ഥലത്ത് ക്രെയിനുകളുടെ സഹായത്തോടെ ബാക്കി കണ്ടെയ്നറുകൾ സമാന്തരമായി ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളായിരിക്കും സജ്ജമാകുക. എന്തായാലും പതിറ്റാണ്ടുകൾ നീണ്ട ഒരു സ്വപ്നത്തിനാണ് വിഴിഞ്ഞം തീരത്ത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. 1988 വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം തന്നെ പല കോണുകളിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. 36 വർഷങ്ങൾക്ക് ശേഷമാണ് അത് കൃത്യമായി യാഥാർത്ഥ്യത്തോട് അടുക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യം. കേവലം ഒരാശയമായി തിരുവിതാംകൂർ മഹാരാജാവിന്റെ മനസ്സിൽ 1944 ഉദിച്ച ഒരു സ്വപ്നമാണ് 2024 യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് എന്ന് പറയുമ്പോൾ ദശാബ്ദങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു കേരളത്തിന്, വിഴിഞ്ഞത്തിന് ആ സ്വപ്ന തീരത്തേക്ക് അഭിമാനപൂർവ്വം തീരമണിയാൻ. സ്വാഭാവികമായി ഇന്ത്യൻ ഓഷ്യനിലെ തന്നെ, അതായത് ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന തരത്തിലാണ് വിഴിഞ്ഞം
രാജ്യാന്തര തുറമുഖം കേരളത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ മിഴി തുറക്കാൻ പോകുന്നത്. അതായത് നേരത്തെ രാജ്യത്തേക്ക് ഈ ചരക്കുകൾ എത്തിയിരുന്നത് പ്രധാനമായും 4 മദർ പോർട്ടുകൾ വഴിയായിരുന്നു. ആ മദർ പോർട്ടുകളിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറുമ്പോൾ അത് ഇന്ത്യയുടെ കാർഗോ ക്യാപിറ്റലായി മാറും എന്ന കൃത്യമായ വിലയിരുത്തൽ തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട അദാനി പോർട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 2000-ഓളം തൊഴിലവസരങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ടാകുന്നു. അതിന് പിന്നാലെ അനുബന്ധ വ്യവസായ മേഖലകൾ കൂടി ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കടന്നുവരവോടെ സ്വാഭാവികമായി ഈ നാടിന് മുഖച്ഛായ തന്നെ മാറുന്ന തരത്തിലേക്ക് ആ വികസന പദ്ധതികളൊക്കെ നടപ്പിലാകും എന്ന കൃത്യമായ വിലയിരുത്തലാണ് ഉള്ളത്. സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ അത് എവിടെ എത്തി നിൽക്കുന്നു എന്ന വലിയ ചോദ്യമുണ്ട്. റിംഗ് റോഡിന്റെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പ്രധാനമായി ഈ 2000 കണ്ടെയ്നറുകൾ ഇവിടേക്ക് ഇറക്കി വെക്കുന്ന ഒരു സാഹചര്യം അടുത്ത ദിവസം ഉണ്ടാകുമ്പോൾ പിന്നീട് ആ കണ്ടെയ്നറുകളുടെ ഒരു മൂവ്മെന്റ് ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കണം, അതിന്റെ ഗോഡൌണുകളിൽ ആ കണ്ടെയ്നറുകൾ സൂക്ഷിച്ച് അവിടുന്ന് സുരക്ഷിതമായി ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് അതിന്റെ മൂവ്മെന്റ് എങ്ങനെ കൊണ്ടുപോകും, അതടക്കമുള്ള കാര്യങ്ങളിൽ തുടർന്ന് നടത്തേണ്ടിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ അത് ഇഴഞ്ഞു നീങ്ങുകയാണെന്ന ഒരു വലിയ ആക്ഷേപമൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ എത്രയും പെട്ടെന്ന് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാക്കിക്കൊണ്ട് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം അത് ഇന്ത്യക്ക് മുഴുവൻ അഭിമാനമാകുന്ന തരത്തിൽ, മലയാള നാടിന്റെ അഭിമാനമാകുന്ന തരത്തിൽ, വിഴിഞ്ഞം എന്ന ഈ കൊച്ചു ഗ്രാമത്തിന്റെ പ്രശസ്തി ലോകം മുഴുവൻ ഉയർന്നു നിൽക്കുന്ന തരത്തിൽ അങ്ങനെയൊരു പരിണാമമായി അഭിമാനമായി മാറുന്ന ഒരു അഭൂതപൂർവമായ കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികൾ. എന്തായാലും ഈ ആദ്യമായി തുറമുഖത്തേക്ക് എത്താൻ പോകുന്ന ഈ കപ്പലിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങളൊക്കെ സർക്കാർ തലത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ സ്വപ്നത്തോടെയാണ്, വലിയ പ്രതീക്ഷയോടെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് ആദ്യമായി എത്തുന്ന അമ്മ കപ്പലിനെ സ്വീകരിക്കാൻ കേരളവും വിഴിഞ്ഞവും ഒരുങ്ങുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അതാണ് വിഴിഞ്ഞം പോർട്ടിന്റെ പുതിയ വിശേഷങ്ങൾ. എന്തായാലും ഇനി നമ്മൾ വീണ്ടും